ഓം ശ്രീ ആഞ്ജനേയായ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതുമേ സദാ. ഓം സം സരസ്വതിയേ നമഃ. ഈ ഒരു വീഡിയോയില് ഞാൻ പറയാൻ പോകുന്നത് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. അതായത് 2026 ജൂലൈ മാസം 19 തീയതി മുതൽ 25 വരെയുള്ള അത്രയും ദിവസത്തെ ഫലമാണ് ഞാൻ പറയുന്നത്. വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ജീവിത പ്രശ്നങ്ങൾക്ക് കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിലെ പ്രൊഫഷണൽ ആസ്ട്രോളജി ഓൺലൈൻ കൺസൾട്ടേഷൻ ഫേമായ ആസ്ട്രോടാക്കിലും എൻ്റെ സർവീസ് അവൈലബിൾ ആണ്. അതിൽ മംഗലത്ത് എന്ന പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. അതിലും നിങ്ങൾക്ക് എൻ്റെ സേവനം ലഭ്യമാണ്. അപ്പൊ നമുക്ക് വാരഫലത്തിലേക്ക് കിടക്കാം. വാരഫലത്തിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി ജോലി സംബന്ധമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ദൈവാധീനം നിലനിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും കൺസ്ട്രക്ഷൻ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള നല്ല ദൈവാധീനമുള്ള സമയമാകും വരാൻ പോകുന്നത്. പൊതുവെ ഒഫീഷ്യലി നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ജോലി അന്വേഷിക്കുന്നവർക്കും നല്ല ദൈവാധീനമുള്ള സമയമാണ് വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാകും. വീട് പണിയുന്നവർക്ക് ചെറിയ കൺഫ്യൂഷൻസ്, ആശയക്കുഴപ്പങ്ങൾ, ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഒഫീഷ്യലി യാത്രാക്ലേശങ്ങൾക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യം, അതുപോലെ ബ്ലോക്കായി കിടക്കുന്ന ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസായി കിട്ടാനുള്ള നല്ല സമയമാകും വരാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ ബിസിനസ് എക്സ്പാൻഷന് അനുകൂലമായിട്ടുള്ള ഒരു വാരം. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാകും വരാൻ പോകുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർവതി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഓം ഗിരിജായ വിദ്മഹേ ശിവപ്രിയായ ധീമഹി തന്നോ പാർവതി പ്രചോദയാത്. ഈ മന്ത്രം ദിവസവും വിവാഹം ആലോചിക്കുന്നവര് ദിവസവും 18 തവണ കുളിച്ച് ശുദ്ധിയായിട്ട് ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാർവതി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളും മാറ്റിയെടുക്കാനും സാധിക്കുന്നതുമാണ്. കുടുംബ ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ വിഘ്നേശ്വര മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഗജാനനം ഭൂതഗണാതി സേവിതം കപിത്വ ചെമ്പൂഫല സാരഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ദിവസവും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് തന്നെ മുൻപോട്ട് പോവുക. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകൈര്യം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായി ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തലവേദന, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ, കൂടുതലായിട്ടുള്ള ടെൻഷൻസ്, അതുപോലെ ജോയിന്റ് പെയിൻസ്, കാൽമുട്ടിനുണ്ടാകുന്ന അസ്വസ്ഥത, ഉദര സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യതയും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ഒഫീഷ്യലി വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് ദൈവാധീനമുള്ള സമയമാകും വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ദൈവാധീനമുള്ള നല്ല സമയമാകും. കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന നല്ല ബന്ധം വന്നു ചേരാൻ ഉള്ളതുമായിട്ടുള്ള ഒരു സമയമാകും ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല. മഹാലക്ഷ്മി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് മഹാലക്ഷ്മി അഷ്ടകം ദിവസവും 3 തവണ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യവും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്.
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും വരുന്നത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വീട് പണിയുമായി ബന്ധപ്പെട്ടും വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള സമയമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. നിങ്ങളുടെ സംസാരത്തിൽ മിതത്വഭാവം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ശത്രുസ്ഥാനം, ശത്രുക്കൾ നിമിത്തമുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മിഥുനക്കൂർ നക്ഷത്രക്കാരുടെ ഫലമാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി ജോലി സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ചെറിയ തടസ്സം, പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തവർക്ക് ചെറിയ തടസ്സങ്ങൾക്കുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. വിഘ്നേശ്വര ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ജോലി അന്വേഷിക്കുന്നവർക്കും ചെറിയ ഭാഗ്യ തടസ്സങ്ങൾക്കുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ശത്രു തടസ്സം തീർച്ചയായിട്ടും മാറി നിൽക്കുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല തീരുമാനം എടുക്കാൻ സാധിക്കുന്ന ഒരു വാരം. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ, പുതിയ കസ്റ്റമേഴ്സിന് ലഭിക്കാനുള്ള ഭാഗ്യം, അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നല്ല ബന്ധം വന്നു ചേരാനുള്ള ദൈവാധീനമുണ്ട്. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണേലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള നല്ല ദൈവാധീനമുള്ള സമയമാകും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ പൂർണ്ണ മിതത്വം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജോലിയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു വാരം. പ്രത്യേകിച്ച് ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കൊടുത്തവർക്കും ജോലി ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള നിവേദനം കൊടുത്തവർക്കും വളരെ ദൈവാധീനമുള്ള സമയമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അത് മാത്രമല്ല, ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടും, ബിസിനസ് എക്സ്പാൻഷൻ സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സം, അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വാരം അത്ര അനുകൂലമാവില്ല. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരം, നല്ല ദൈവാധീനം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണേലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും വളരെ നല്ല സമയമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വളരെ നല്ല ഒരു വാരം. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം നക്ഷത്രം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, അതുപോലെ കാലിന് ഉണ്ടാകുന്ന പെയിൻ, വേദന, അതുപോലെ തലയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, തലവേദന പോലെയുള്ള കാര്യങ്ങൾ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പക്ഷെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ ചെറിയ സൗന്ദര്യ കലഹങ്ങൾക്കുള്ള സാധ്യത, അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യത വരുന്ന വാരം അതിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും വരും എന്നല്ല ഞാൻ പറയുന്നത്, പൊതുവെയുള്ള ഫലം മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ നിലവിലുള്ള ദശാസന്ധിയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഇത് പറയുന്നത് പൊതുവെയുള്ള ഫലം മാത്രമാണ്.
ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും അതുപോലെ വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയമാകും. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുന്നവർക്കും കാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരം. പക്ഷേ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട, കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പണം കടം കൊടുക്കുന്ന പ്രത്യേകം നിയന്ത്രിക്കുക. അങ്ങനെയുള്ള പണം കടം കൊടുക്കൽ വഴി ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും ശത്രു തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയും ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. പക്ഷെ ഒഫീഷ്യലി നിങ്ങൾക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങൾ ഹയർ അതോറിറ്റീസിനെ കൺവിൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, നിങ്ങളുടെ വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു ചെറിയ തടസ്സം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ഗവൺമെന്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള നിവേദനം കൊടുത്തവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കൊടുത്തവർക്ക് ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സംസാരം നിമിത്തം, സംസാരത്തിലുള്ള മിതത്വ ഭാവത്തിന്റെ കുറവ് മൂലം ചിലപ്പോൾ ശത്രുസ്ഥാനം കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസാരത്തിൽ പൂർണ്ണ ശ്രദ്ധ പാലിക്കേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാണ്. ട്രീറ്റ്മെന്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. ഭാഗ്യ സംബന്ധമായി ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം നിങ്ങൾ മഹാലക്ഷ്മി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടതും അത്യാവശ്യമാണ്. കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് സോൾവ് ചെയ്ത് തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂർ നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി ജോലി സംബന്ധമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നു. വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള നല്ല ദൈവാധീനം. കല, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനമുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്കും നല്ല സമയമാകും വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള നല്ല ദൈവാധീനമുള്ള ഒരു സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ദൈവാധീനം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അലസത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരം. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് അനുകൂലമായിട്ടുള്ള വാരം. പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ദൈവാധീനമുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള ബ്ലോക്കായി കിടക്കുന്ന ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസായി കിട്ടാനുള്ള ദൈവാധീനമുണ്ട്. ബിസിനസ് എക്സ്പാൻഷനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വീട് പണിയുന്നവർക്കും വീടിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും നല്ല സമയമാണ്. ചെറിയ രീതിയിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു വാരമാകും. ആഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പ്രോപ്പർ ബഡ്ജറ്റിന് നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം ഈ വരുന്ന വാരം നേരിടാനുള്ള സാധ്യതയുണ്ട്. സംസാരത്തിൽ പൂർണ്ണമിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭദ്രകാളി ദേവിയെ നല്ലപോലെ പ്രാർത്ഥിക്കുക. ഭദ്രകാളി മന്ത്രം ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയാത്.
ഭദ്രകാളി മന്ത്രം, പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭദ്രകാളി മന്ത്രം കൂടുതൽ ജപിക്കുക. ഹനുമാൻ ചാലിസ ജപിക്കേണ്ടതും വളരെ നല്ലതാണ്. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാര് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വളരെ നല്ല ഒരു വാരമാകും വരാൻ പോകുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ച വരെ ചെറിയ തടസ്സങ്ങൾക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പാർവതി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഉമാമഹേശ്വര മന്ത്രം, ശിവഭഗവാനെ പാർവതി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു തന്നെ മുൻപോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാകും വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ലൊരു വാരം. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം ചെറിയ തടസ്സങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മഹാലക്ഷ്മി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് മഹാലക്ഷ്മി അഷ്ടകം നല്ലപോലെ ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ലൊരു വാരമാകും വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി നല്ല സമയമാകും. പക്ഷെ കൂടുതൽ ആയിട്ടുള്ള ടെൻഷൻസ്, അതുപോലെ ക്ഷീണം കൂടി നിൽക്കാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയും വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം നക്ഷത്രം, പൂരാടം നക്ഷത്രം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ആരോഗ്യ ക്ലേശങ്ങൾ തീർച്ചയായിട്ടും മാറി നിൽക്കുന്ന നല്ല ഒരു വാരമാകും വരാൻ പോകുന്നത്. വളരെ തൃപ്തികരമായിട്ടുള്ള വാരമാകും. ആരോഗ്യ സംബന്ധമായി പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയം. ഒഫീഷ്യലി നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ഔട്ട്പുട്ട്, നല്ല രീതിയിൽ ആ ഒരു വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ദൈവാധീനം, സാറ്റിസ്ഫാക്ഷൻ ലെവൽ, വർക്ക് സംബന്ധമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവൽ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വാരം കൂടിയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുക. ഹനുമാൻ സ്വാമിയുടെ അസാധ്യ സാധക മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അസാധ്യ സാധക സ്വാമിൻ അസാധ്യം തവ കിംവദ രാമദൂത കൃപാ സിന്ധു മത്കാര്യം സാധേയ പ്രഭു. നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് തോന്നുമ്പോൾ ഈ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ തീർച്ചയായിട്ടും മാറി നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം വന്നു ഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഹനുമാൻ ചാലിസയുടെ അസാധ്യ സാധക മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാകും വരാൻ പോകുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു വാരമാകും. അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കൂടുതൽ ശ്രദ്ധ വേണം. കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ പിച്ചാത്തി, നൈഫൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരമാകും വരാൻ പോകുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ബിസിനസ് എക്സ്പാൻഷനും വളരെ നല്ല സമയമായിട്ട് തന്നെയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം പകുതി. മകരക്കൂർ നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനമുള്ള സമയമാകും വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ശിവ ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരം, മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും ശനീശ്വര കടാക്ഷവും നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാകും വരാൻ പോകുന്നത്. പക്ഷെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തു തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. ശനീശ്വര മന്ത്രം ജപിക്കുക, വിഷ്ണു ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, ശിവ പഞ്ചാക്ഷരം ജപിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. നല്ല രീതിയിലുള്ള ഭാഗ്യ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന സമയമാകും. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ഒഫീഷ്യലി നിങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് കാര്യമായ സ്ഥാനം, കാര്യമായ ജോലി ലഭിക്കാനുള്ള ഭാഗ്യം മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വിഘ്നേശ്വര ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിവാഹ തടസ്സം മാറി നിൽക്കുന്ന കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാകും. അതുപോലെ ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാണ്. പ്രത്യേകിച്ച്
ട്രീറ്റ്മെന്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സ്ഥാനമാണ് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. വീടിന്റെ മെയിന്റനൻസ് വർക്ക്, അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയമാകും. ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പാഴ്ചിലവ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യ സംബന്ധമായി നിങ്ങൾക്ക് നല്ല സമയമാണ്. ശത്രു തടസ്സം മാറി നിൽക്കുന്നു. പാഴ്ചിലവ് മാത്രം കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവര് പാഴ്ചിലവ് നിയന്ത്രിച്ച് തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല, ശ്രദ്ധിക്കണം. പക്ഷെ പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കസ്റ്റമേഴ്സിനെ തിരിച്ചു കിട്ടാനുള്ള ദൈവാധീനമുണ്ട്. ബ്ലോക്ക് ആയി കിടക്കുന്ന ഫണ്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസായി കിട്ടാനുള്ള ദൈവാധീനമുണ്ട്. ബിസിനസ് എക്സ്പാൻഷനും പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള നല്ല ഒരു വാരമാകും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാകും വരാൻ പോകുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി ചെറിയ തടസ്സങ്ങൾക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വർക്കിൽ ഉള്ള ചെറിയ ലാഗിങ്, വർക്കിലുള്ള ഫ്രസ്ട്രേഷൻ, കൂടുതലായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത, അമിതമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ജോലി സംബന്ധമായിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്കും ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കുംഭക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയും വിഘ്നേശ്വര ഭഗവാനെയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണേലും ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും നല്ല സമയമാണ്. കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾക്കുള്ള സാധ്യത, അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ലൊരു വാരമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ലൊരു വാരം. ശത്രു തടസ്സം മാറി നിൽക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയുടെയും അതുപോലെ തന്നെ ഭദ്രകാളി ദേവിയുടെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായതുകൊണ്ട് തന്നെ ശത്രു സ്ഥാനം ഏൽക്കുന്നതല്ല ഈ ഒരു വാരം. ബാക്കി കാര്യങ്ങൾ അനുകൂലമായിരിക്കും. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്ന വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്നതുമാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഗ്യാസ്ട്രിക് ഇഷ്യൂ, ഉദര സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, കാൽമുട്ടിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ജോയിന്റ് പെയിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ജോലിയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന നല്ല ഒരു വാരം. ഒഫീഷ്യലി നിങ്ങൾക്ക് അനുകൂല സ്ഥാനമാണ്. വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാൻ നല്ല ദൈവാധീനമുണ്ട്. വർക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവൽ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല സമയമാകും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറി കാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് വീടിന്റെ മെയിന്റനൻസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. ബിസിനസ് എക്സ്പാൻഷന് നല്ല സമയം, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നല്ല സമയമാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ മുൻപോട്ട് പോകുന്ന ഒരു വാരമാണ്. അത്രയും ജാഗ്രതയോടുകൂടി മുൻപോട്ട് പോകുന്ന ഒരു വാരമായിട്ട് തന്നെയാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. പക്ഷെ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പാലിക്കുക. അങ്ങനെയുള്ള തടസ്സങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം മീനക്കൂർ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും വളരെ നല്ല സമയമാകും വരാൻ പോകുന്നത്. ഇത്രയുമാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ എന്താണ്, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. തികച്ചും സൗജന്യപരമാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യം നേരുന്നു. നല്ല ഒരു വാരം നേർന്നുകൊണ്ട് നന്ദി. നമസ്കാരം.